Hi dear friends, Assalamu alaikum, Namaskaram, welcome back to Rayhan's World. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ടീനേജേഴ്സിനും അതേപോലെ വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന റാപ്പ് പാൻറ്റിൻ്റെ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഈസി മെത്തേഡായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ, നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരും. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, ഒട്ടും സമയം വൈകാതെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ ഞാൻ ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്, കട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ നമ്മുടെ ഒരു സാധാരണ ഹിജാബ്, സാധാരണ ഷോള് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഷോൾ ഉണ്ടെങ്കിലോ പർദ്ദ, അതേപോലെ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള ഷോളുകൾ, ഹിജാബുകൾ എന്തും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ക്ലോത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമ്മുടെ ഷോൾ കൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു റാപ്പ് പാൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു റാപ്പ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ഷോളാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഹിജാബൊക്കെ ചുറ്റുന്ന ആ ഒരു ഷോളാണ് കേട്ടോ. ഈ ഒരു ഷോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് കുറച്ച് കട്ടിങ്ങേ വരുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് കാണുമ്പോൾ വിചാരിക്കും നല്ല റഫാണെന്ന്, പക്ഷെ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ആർക്കും സ്റ്റിച്ചിങ് അറിയാത്ത ആളുകൾക്ക് പോലും ഇതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. ഞാൻ നമ്മുടെ ഷോൾ നേരെ പകുതി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പാൻറ്റൊക്കെ കട്ട് ചെയ്യാൻ വെക്കില്ല, അതേപോലെ തന്നെ നാലായിട്ട് മടക്കിയിട്ടാണ് കേട്ടോ ഇതും വെക്കുന്നത്. നമ്മൾ സാധാരണ പാൻറ്റ് ചുരിദാറൊക്കെ കട്ട് ചെയ്യാൻ വിരിക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇതിനും വെക്കുന്നത്. ഇതാ ഞാൻ ആദ്യം നടു മടക്കി, പിന്നെ ഒന്നും കൂടെ മടക്കിയതിന് ശേഷം നാലായിട്ട് മടക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലെ അളവുകളൊക്കെ എന്താണ്, എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, നമുക്ക് എത്ര ലെങ്ത്ത് ഉള്ള പാൻറ്റാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അളവ് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു പാൻറ്റിൻ്റെ അളവിലാണ് കേട്ടോ ഒന്ന് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു പാൻറ്റ് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനോട് കൂടെ ഞാൻ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള എക്സ്ട്രാ ഒരു മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതും കൂടെ കൂട്ടിയിട്ട് എക്സ്ട്രാ എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത്ര മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ അതവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ഇതിന് ഒരേ ഒരു മാർക്കിങ്ങും കട്ടിങ്ങും മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു പാൻറ്റിന്. അതാണ് ഈ ഒരു പാൻറ്റിൻ്റെ പ്രത്യേകത. നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ടപ്പേന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി കട്ട് ചെയ്ത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, ആർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതിന് ഇവിടെ ഒരു മാർക്കിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ, വേറെ ഒരു മാർക്കിങ്ങും ഇല്ല. അപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ഞാനിതൊരു 3.5 ഇഞ്ചിൽ വീതി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മടക്ക് വശം വരുന്ന ഭാഗത്താണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ താഴേക്ക് ഞാനൊരു 8 ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയവരാകുമ്പോൾ താഴേക്ക് ഒരു 11 അല്ലെങ്കിൽ 12 ഇഞ്ച് 11-12 ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ചുരിദാറിൻ്റെ നെക്കൊക്കെ മാർക്ക് ചെയ്യില്ല, അതേപോലെ ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് റൗണ്ടിലൊന്ന് അരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്യാം. ഇത്ര മാത്രമേ നമുക്കിതിന് കട്ടിങ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വലിയ ആളുകളുടെ അളവ്, സാധാരണ ഒരു നോർമൽ ആളുകളുടെ അളവ് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ, ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികളെ ഒരു 6 വയസ്സ് 5 വയസ്സായ കുട്ടികളുടെ ഒരു അളവിലാണ് കേട്ടോ ഞാൻ അത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റിച്ചിങ്ങേ ഇതിന് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക, അത്രേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും നമ്മൾ ഓൾറെഡി ഈ ഒരു ഷോളിന് സ്റ്റിച്ചിങ് ഓൾറെഡി മടക്കി അടിച്ച ഒരു സ്റ്റിച്ചിങ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത ഈ ഒരു ഭാഗം ഇത് നമ്മളൊന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചീത്ത വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറക്റ്റായി വെച്ചതിന് ശേഷം
ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്തിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തൊക്കെ ചുരിദാറിൻ്റെ ഇതിൻ്റെയൊക്കെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു കട്ടിങ് ഇട്ടിട്ട് നമ്മൾ മറിച്ച് നല്ല വശത്തേക്ക് മറിക്കുമല്ലോ, അതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിലേക്ക് കത്രിക കൊള്ളാതെ സൂക്ഷിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക. അതാ നല്ല വശത്തേക്ക് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ വരിക. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ 2 ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ഓൾറെഡി ഈ ഷോളിന് സ്റ്റിച്ച് ഉള്ളതാണ്. ഈ തായ് ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ചെയ്യണ്ട, തായ് ഭാഗത്ത് നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മാത്രമേ ഇതിന് ഇനി ചെയ്യാനുള്ളൂ കേട്ടോ. ഇതുപോലെ എത്ര വീതിക്കാണോ നമുക്ക് മടക്കേണ്ടത് അത്രയും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ തായ് വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ ഈ ഒരു മേൽഭാഗം ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് ഉണ്ടോ, ഇവിടെ നമ്മൾ തായ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തു. 2 സൈഡിലും ഓൾറെഡി സ്റ്റിച്ച് ഉള്ളതാണ്. പിന്നെ ഈ മേലെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തില്ല, ആ ഒരു ഭാഗം ഇവിടെ ഞാൻ ആ ഷോൾഡറിൻ്റെ ആ പോലെ ഉള്ളൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നിവർത്തി വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാൻറ്റ് ഉണ്ടാവുക. കണ്ടോ, ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലുക്ക്. ഇനി നമുക്കിതിന് വേണ്ടത് 2 ലേസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ 2 ഭാഗത്തായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ലേസ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് നേരെ നടുമടക്കുക. എത്ര വീതിയാണ് നിങ്ങൾക്ക് 2 ഇഞ്ചോ 3 ഇഞ്ചോ 4 ഇഞ്ചോ നമ്മുടെ ആ ഒരു മേൽഭാഗത്ത് വരുന്ന പട്ടയാണ് കേട്ടത്. ആ പട്ടയ്ക്ക് എത്ര വീതിയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയുള്ളൊരു പീസ് എടുക്കുക, നീളത്തിലുള്ളൊരു പീസ് എടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചീത്തവശത്ത് വെച്ചിട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് സാധാരണ നമ്മൾ കയറൊക്കെ അടിച്ചിട്ട് ഇങ്ങോട്ട് മറിക്കൂല, അതേപോലെ ഞാൻ ഇതുപോലെ ഒരു പിന്ന് ഇവിടെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പിന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സാധാരണ ചുരിദാറിന് കയറൊക്കെ ഇടുന്ന പോലെ തന്നെ ഇതിലൂടെ അങ്ങനെ ഇട്ടിട്ട് അപ്പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിതാ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പിന്ന് ഊരിയിട്ട് ഇതൊന്ന് ശരിക്കും ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. അതാ ഞാനിത് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ 2 പട്ടയാണ് കേട്ടോ, 2 വള്ളിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വീതി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് തുണി കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ചൊരു വീതി കുറച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം ഈ ഒരു ഷോളിൽ നിന്ന് ബാക്കി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഈ ഒരു വള്ളിയുടെ 2 ഭാഗവും നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കിയാലോ. ഇനി ഇതുപോലെ നമ്മൾ നിവർത്തി വെക്കുക. അപ്പോൾ കണ്ടോ, നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കര അടിക്കാത്തൊരു ഭാഗമുള്ളത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ഈ ഒരു പട്ട വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ പകുതി മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്നൊരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടുത്തെ നേരെ നടുവിൽ ഇതുപോലെ വെച്ചിട്ട് നല്ല വശത്താണ് കേട്ടോ വെക്കേണ്ടത്. നല്ല വശത്ത് വെച്ച് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു അറ്റത്തിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. സെൻറ്റർ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് മറിച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. ഇതേപോലെ തന്നെ നമ്മൾ ഈ 2 വശത്തും സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഉണ്ടോ, ഇവിടെ അതേപോലെ തന്നെ ആ ഒരു പട്ട വെച്ചിട്ട് ആ ഒരു ലേസ് വെച്ചിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് മറിക്കാം. ഞാനിതാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് മറിച്ച് ഇവിടെ ഒരു പ്രസ് അടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് ഉണ്ടാവുക കേട്ടോ. ഇപ്പം നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു പാൻറ്റ് നമുക്ക് ഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അതുപോലെയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മിനിമോള് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. മിനിമോൾക്കാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഡ്രസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ
ഇതേപോലെ നമ്മൾ ആദ്യം ഒരു ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് ഈ ഒരു പട്ട കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു പട്ട നമ്മൾ ബാക്കിലേക്ക് കെട്ടിയതിന് ശേഷം അടുത്തത് കണ്ടല്ലോ ഇതുപോലെ വെച്ച് ഇത് നേരെ കാലിൻ്റെ കാലിൻ്റെ ഇടയിലൂടെ എടുത്തതിന് ശേഷം നേരെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ ബാക്കി കെട്ടി കൊടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ ഫ്രണ്ടിലേക്ക് കെട്ടി കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരു ഏത് രീതിയിൽ ഫ്ലവർ രീതിയിൽ അതേപോലെ ബൗ ഒക്കെ ഉണ്ടല്ലോ അതേപോലെയൊക്കെ നമുക്ക് നല്ല ഡിസൈനിലായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ടീഷർട്ടിൻ്റെ കൂടെ അതേപോലെ നല്ല ജീൻസിൻ്റെ ടോപ്പിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിത് കെട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഇനി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ല ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ, ടേക്ക് കെയർ.